ഒറ്റ കൈയുള്ള ദൈവത്തിൻ്റെ കഥ കേട്ടിട്ടുണ്ടോ? എൽ ഡിവിനോ മാങ്കോ, വൺ ആംഡ് ഗോഡ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ദൈവം ഉണ്ടായിരുന്നു. ഇവിടെ അല്ല, അങ്ങ് ലാറ്റിൻ അമേരിക്കയിൽ, ഫുട്ബോൾ ഹിസ്റ്ററിയിൽ. വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ ടൈമാണ്. ഒരു ഫുട്ബോൾ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒറ്റ കൈയുള്ള ദൈവത്തിൻ്റെ കഥ. ചിലപ്പോ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും. ഫുട്ബോൾ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിലെ ആദ്യത്തെ ഫൈനലാണ് രംഗം. ഉറുഗ്വേയിലാണ് ഈ കളി നടക്കാൻ പോകുന്നത്. ആൻഡ് ഈ കളി നിയന്ത്രിക്കുന്ന റഫറി ഒരു ബെൽജിയംകാരനാണ്, ജോൺ ലാഗ്നസ്. അപ്പോൾ ഈ കളി തുടങ്ങുന്നതിന് മുമ്പ് ഇദ്ദേഹം 3 നിബന്ധനകൾ, 3 ഡിമാൻഡ്സ് വെക്കുകയാണ് ഫിഫയുടെ മുമ്പിൽ, അസോസിയേഷൻ്റെ മുമ്പിൽ. എന്താണെന്നല്ലേ 3 ഡിമാൻഡ്സ്? ഒന്നാമത്തെ ഡിമാൻഡ്, കളി കഴിഞ്ഞ ഉടനെ എനിക്ക് ഇവിടുന്ന് പോർട്ടിലേക്ക് എത്രയും പെട്ടെന്നൊരു കാറിൽ എന്നെ കൊണ്ടുപോകണം, അവിടെ ഒരു ബോട്ട് കാത്തു നിൽക്കുന്നുണ്ടാവണം. ഓക്കെ, അത് ഒന്നാമത്തെ ഡിമാൻഡ്. രണ്ടാമത്തെ ഡിമാൻഡ്, എൻ്റെ ചുറ്റും തോക്കുമായിട്ട് ബോഡി ഗാർഡ്സ് ഉണ്ടാവണം. അത് രണ്ടാമത്തെ ഡിമാൻഡ്. ഇനി മൂന്നാമത്തെ ഡിമാൻഡ്, എൻ്റെ പേരിൽ വലിയൊരു തുകയുടെ ലൈഫ് ഇൻഷുറൻസ് പോളിസി വേണം. ഇതായിരുന്നു മൂന്നാമത്തെ ഡിമാൻഡ്. നമ്മൾ ഏത് വലിയ മാച്ച് വരുമ്പോഴും പറയാറുണ്ട് ജീവൻ മരണ പോരാട്ടമാണ്, ജീവൻ കയ്യിൽ വെച്ചിട്ടുള്ള കളിയാണെന്ന്. ആക്ച്വലി ആ റഫറി ആ വേൾഡ് കപ്പ് ഫൈനലിൽ ഇറങ്ങുമ്പോൾ പുള്ളിയുടെ മൈൻഡിൽ ഇതായിരുന്നു, ഇത് ജീവൻ പണയം വെച്ചിട്ടുള്ള കളിയാണ്. ബിക്കോസ് ഇതേ ടൈമിൽ ഈ ഫൈനൽ കാണാൻ അർജൻറ്റീനയിൽ നിന്ന് ഉറുഗ്വേയിലേക്ക് റിവർ വഴി 10,000-കണക്കിന് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ബോട്ടിൽ. ഇവരുടെ കയ്യിലൊക്കെ മാരക ആയുധങ്ങളാണ്. ഇവർ വരുമ്പോഴുള്ള സ്ലോഗൻ എന്താണെന്നറിയോ? വിക്ടറി ഓർ ഡെത്ത്, വിജയം അല്ലെങ്കിൽ മരണം. ഇപ്പോൾ ഏതാണ്ട് ഒരു സിറ്റുവേഷൻ മനസ്സിലായല്ലോ. അർജൻറ്റീന വേഴ്സസ് ഉറുഗ്വേ ഫൈനൽ. അന്ന് വേറൊരു പ്രശ്നമുണ്ട്. അന്ന് ഈ ഫിഫയുടെ ഒഫീഷ്യൽ പന്തൊന്നുമില്ല. അപ്പോൾ അർജൻറ്റീന ടീം അവരുടെ പന്ത് അവർ കൊണ്ടുവരും, ഉറുഗ്വേ ടീം അവരുടെ പന്ത് അവർ കൊണ്ടുവരും. അപ്പോൾ ഈ ഫൈനൽ നടക്കുമ്പോൾ റഫറിയുടെ ഫസ്റ്റ് പ്രശ്നം എന്താ വെച്ചാൽ ഇവർ തമ്മിലൊരു അടി നടക്കുവാണ്. ഏത് ബോൾ ഫൈനൽ മാച്ചിൽ യൂസ് ചെയ്യണം? ബിക്കോസ് ഫിഫയുടെ ബോളൊന്നുമില്ല, അവൈലബിൾ അല്ല. അങ്ങനെ റഫറി ആലോചിച്ചിട്ടൊരു വഴി കണ്ടെത്തുകയാണ്. ഫസ്റ്റ് ഹാഫ് നമുക്ക് അർജൻറ്റീന കൊണ്ടുവന്ന ബോളിൽ കളിക്കാം, സെക്കൻഡ് ഹാഫ് ഉറുഗ്വേയുടെ പന്ത് വെച്ചിട്ട് കളിക്കാം. അങ്ങനെ ഫസ്റ്റ് ഹാഫ് കളി നടക്കുന്നു. അർജൻറ്റീന അവരുടെ പന്തായതുകൊണ്ട് തന്നെ അർജൻറ്റീന ഏറ്റവും നന്നായിട്ട് സ്കോർ ചെയ്യണം. അവർ 2-1 ലീഡിൽ നിൽക്കുകയാണ്. അങ്ങനെ ഫസ്റ്റ് ഹാഫ് ആവുകയാണ്. സെക്കൻഡ് ഹാഫിലാണ് ഉറുഗ്വേയുടെ പന്ത് ഇറങ്ങുന്നത്. കട്ടിയുള്ള ലെതർ ബോളാണത്. അർജൻറ്റീനക്കാർക്ക് അത് കളിക്കുമ്പോൾ ഇഷ്ടികയിലൊക്കെ അടിക്കുന്ന ഒരു ഫീലായിരുന്നു. ബിക്കോസ് നല്ല കട്ടിയുണ്ട്. ഉറുഗ്വേ അത് വെച്ച് കളിച്ച് അവർ ഓൾറെഡി അതിൽ ഓക്കെ ആയതുകൊണ്ട് അവർക്കത് ഈസി ആയിരുന്നു. അങ്ങനെ കളി മുമ്പോട്ട് പോകുമ്പോൾ അവർ 3-2 ലീഡ് എടുക്കുകയാണ്. 1 മിനിറ്റ് 89-ാം മിനിറ്റിൽ ഇനി ഒരു ഗോൾ അടിച്ചാൽ അർജൻറ്റീനയ്ക്ക് സമനിലയിലെത്താം. ഒരു ഗോൾ അടിച്ചാൽ ഉറുഗ്വേക്ക് ഉറപ്പായിട്ടും ഷുവർ ഷോട്ട് കളിയിൽ ഒരു ഗോളിൽ മുമ്പിലെത്തി 4-2 കളി ജയം ഉറപ്പിക്കാം. ആ സമയത്ത് അർജൻറ്റീന സമനിലയ്ക്ക് വേണ്ടിയിട്ട് ശക്തിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ബോൾ ആ സൈഡിലേക്ക് പോകുന്നു. അർജൻറ്റീനയുടെ ബോക്സിലേക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ഒരു ക്രോസ് വരുന്നു. ഇവിടെ ഉറുഗ്വേയുടെ ഫോർവേഡായിട്ടുള്ള ഒരു മനുഷ്യൻ പൊങ്ങിച്ചാടുന്നു, ഹെഡ് ചെയ്യുന്നു, ബോൾ വലയിൽ, ഗോൾ. ഉറുഗ്വേ 4-2 മുമ്പിലെത്തുവാണ്. ആ ഗോൾ അടിച്ച മനുഷ്യൻ്റെ പേരാണ് ഹെക്ടർ കാസ്ട്രോ. ഹെക്ടർ കാസ്ട്രോയെ പറ്റി പറയുകയാണെങ്കിൽ 13-ാമത്തെ വയസ്സിൽ ഒരു ആക്സിഡൻറ്റിൽ അദ്ദേഹത്തിൻ്റെ വലത്തെ കൈ അദ്ദേഹത്തിൻ്റെ മുട്ടിന് താഴെ വെച്ച് നഷ്ടപ്പെട്ടു. ഒരു കൈയുമായിട്ടാണ് അദ്ദേഹം ഈ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയത്. ആൻഡ് ഈ ഫൈനലിൽ ഉറുഗ്വേക്ക് വേണ്ടി ഫസ്റ്റ് ഗോൾ അടിച്ചതും ഈ ഹെക്ടർ കാസ്ട്രോ ആണ്. ആൻഡ് ഫൈനൽ ഗോളും അദ്ദേഹം തന്നെ അടിച്ച് കളി ജയിക്കുന്നു. ഉറുഗ്വേ വേൾഡ് ചാമ്പ്യൻസ് ആവുന്നു. അങ്ങനെ അദ്ദേഹത്തിനൊരു പേര് വീഴുവാണ്, വൺ ആംഡ് ഗോൾ, എൽ ഡിവിനോ മാങ്കോ. 25 വയസ്സുള്ള ആ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ടീമും വിജയം ആഘോഷിക്കുമ്പോൾ നമ്മുടെ റഫറി എവിടെയാണ്? റഫറി ഓടുമായിരുന്നു. റഫറി നേരെ ഓടുന്നു, കാറിൽ കയറുന്നു, നേരെ പോർട്ടിലേക്ക് പോകുന്നു. പോർട്ടിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു സ്പീഡ് ബോട്ടുണ്ട്. ആ സ്പീഡ് ബോട്ടിൽ കയറി അദ്ദേഹം യൂറോപ്പിലേക്ക് പോവുകയാണ്. ആൻഡ് പിറ്റേ ദിവസം ഉറുഗ്വേയിൽ ഹോളിഡേ ആണ്, ആഘോഷമാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അർജൻറ്റീനയിൽ ഉറുഗ്വേ എംബസിക്ക് മുമ്പിൽ അർജൻറ്റീന ആരാധകർ ദേഷ്യത്തോടെ കല്ലുകൾ വാരി വലിച്ചെറിയുകയായിരുന്നു. ഇതായിരുന്നു ഫസ്റ്റ് വേൾഡ് കപ്പിൽ നടന്നൊരു കഥ. ഫുട്ബോൾ വെറും ഒരു കളിയല്ല, ജീവൻ മരണ പോരാട്ടമാണെന്ന് ചരിത്രത്തിൽ എഴുതിച്ചേർക്കപ്പെട്ട മൊമെൻ്റായിരുന്നു അത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഡീഗോ മറഡോണ അർജൻറ്റീനയ്ക്ക് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ കൈയുള്ള ഗോൾ അടിച്ചിട്ടുണ്ട്, കളി ജയിപ്പിച്ചിട്ടുണ്ട്. ആ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഫുട്ബോൾ ചരിത്രത്തിലെ ഒറ്റ കൈയുള്ള ദൈവത്തിൻ്റെ കഥ, വൺ ആംഡ് ഗോഡിൻ്റെ കഥ അങ്ങനെ അധികം ആർക്കും
പറഞ്ഞു കേട്ടതായിട്ട് നമ്മൾ അറിയില്ല. എനിവേസ് നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടാവും, ഫുട്ബോളിൻ്റെ എല്ലാ കഥകളും എല്ലാ ഹിസ്റ്ററി അറിയാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ഫ്രണ്ടിന് വേണമെങ്കിൽ ഈ കഥ അയച്ചു കൊടുക്കാം. ബിക്കോസ് ചിലപ്പോൾ അവർക്ക് ഇത് അറിയാൻ ചാൻസ് ഉണ്ടാവില്ല. ആൻഡ് ഫുട്ബോൾ വീണ്ടും തീ പിടിക്കാൻ പോവാണ്, വേൾഡ് കപ്പ് വരുവാണ്, തീ പിടിക്കാൻ പോവാണ്. മെസ്സി വരുന്നുണ്ട്, റൊണാൾഡോ വരുന്നുണ്ട്, തീ പാറുന്ന പോരാട്ടങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ ഇതുപോലെ അധികം ആരും കേൾക്കാത്ത കഥകളൊക്കെ ആയിട്ട് ഞാനും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആൻഡ് പിന്നെ ആ ബെല്ലൈക്കൺ കൂടെ ക്ലിങ് 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 അടിക്കുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.